പത്തനംതിട്ട കോന്നി ആനത്താവളത്തിലെ കൊമ്പൻ നീലകണ്ഠൻ ചരിഞ്ഞു. എരണ്ടക്കെട്ടിനെ തുടർന്ന് രണ്ടാഴ്ചയായി ചികിത്സയിലായിരുന്നു. 3 വർഷം മുൻപ് കോടനാട് നിന്നാണ് നീലകണ്ഠനെ കോന്നിയിലേക്ക് എത്തിച്ചത്. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, എപ്പോഴാണ് സംഭവം? വയസ്സുള്ള കൊമ്പനായിട്ടുള്ള നീലകണ്ഠൻ ചരിഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ചയായി എരണ്ടകെട്ട് മൂലം ചികിത്സയിലായിരുന്നു ഈ ആന. 3 വർഷങ്ങൾക്ക് മുമ്പാണ് കോന്നി ആനത്താവളത്തിലേക്ക് നീലകണ്ഠൻ ആനയെ എത്തിച്ചിരുന്നത്. ഇത് താപ്പാനയാണ്. കോടനാട്ടിൽ നിന്നും ആണ് ഈ ആനയെ കോന്നി ആനത്താവളത്തിലേക്ക് എത്തിച്ചത്. നേരത്തെ കോന്നി സുരേന്ദ്രൻ ഇവിടെ ഈ കോന്നി ആനത്താവളത്തിൽ ഉണ്ടാവുകയും അന്ന് കോന്നി സുരേന്ദ്രനെ കുങ്കിയാന പരിശീലനത്തിനായി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അന്ന് നാട്ടുകാരുടെയൊക്കെ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ഈ കോന്നി സുരേന്ദ്രന് പകരമായിട്ടാണ് ഈ നീലകണ്ഠൻ ആനി ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അന്ന് കോന്നിയിലൊക്കെ ഈ കോന്നി സുരേന്ദ്രനെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് വലിയ സമരങ്ങളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം വനംവകുപ്പും സർക്കാരും ഒക്കെ ഇടപെട്ട് പകരം എന്നുള്ള രീതിയിലാണ് ഈ നീലകണ്ഠൻ ആനയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നാളെ രാവിലെ ആയിരിക്കും നടക്കുക. അതിനുശേഷം വനത്തിൽ തന്നെയായിരിക്കും സംസ്കാരം ആനയുടെ നടത്തുക എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ കോന്നി ആനത്താവളത്തിലേക്ക് ഇതിന്റെ മേൽനടപടികൾ സ്വീകരിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. ശരി, കോന്നി ആനത്താവളത്തിലെ ആനയായ നീലകണ്ഠനാണ് ചരിഞ്ഞത്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.